അപ്പം ഇതിന് നമ്മൾ എടുത്തു വെക്കാൻ പോവാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വറക്കുമ്പോൾ കാണിച്ചു തരാം. ആണോ? ഓക്കെ, ഒന്ന് കുറച്ച് മാറി നിൽക്കാം. അതാ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അമ്മേൻ്റെ ഇടയിൽ ചാടി പോണ എരുന്തിനെ പിടിക്കാൻ നിൽക്കുകയാണേ. ഗ്ലൗസ് അതാ കമാൺ. ഓക്കെ, നമ്മുടെ സാധനം ഏറെക്കുറെ ആയിട്ടുണ്ട്. ഏറെക്കുറെ നല്ല ആയി കണ്ടോ. ചിപ്സിൻ്റെ ഒക്കെ മറ്റേ പ്ലേറ്റിലേക്ക് വീഴുമ്പോഴുള്ള സൗണ്ട് ക്രം ക്രം. ഓക്കെ, നമ്മുടെ എരുന്ത് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും അമ്മയും കൂടി വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ഉണ്ടാക്കുന്നത് എരുന്ത് അല്ലേ? അപ്പുറം കോഴിക്കോടൊക്കെ ഇതിന് എരുന്ത് എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ എന്താ ഇളമ്പക്ക എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് ഫ്രൈ ചെയ്യാൻ പോവാ. ഫ്രൈ ചെയ്യാൻ പോവാ. ആദ്യം ഇതിലേക്ക് ഇടുക. എന്നിട്ട് കഴുകി വെച്ചതാണേ. നന്നായി കഴുകി വെച്ചതാ. ഓക്കെ, ഒരു 3-4 പ്രാവശ്യം കഴുകണം. കാരണം മണലുണ്ടാവേ. മണല് അരിച്ചരിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് ഉപ്പിടണം. ഉപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് പാകത്തിന്. പിന്നെ മഞ്ഞൾപ്പൊടി പാകത്തിന്. പിന്നെ ഇത് കുരുമുളക് മല്ലിക്കുരും കൂടെ പൊടിച്ചതാ. കുരുമുളകും മല്ലിക്കുരും കൂടെ പൊടിച്ചത് ചൂടാക്കിണ്ട് അല്ലേ? ഓക്കെ. പിന്നെ കാശ്മീരി മുളക് പൊടി കളറിനും കുറച്ച് വേണ്ടിയിട്ട് അല്ലേ? പിന്നെ ഇതാ ഉള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടി ഉണ്ട് അല്ലേ? അത് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാൻ പോവാ മിക്സിയിൽ. ഓക്കെ, പിന്നെ ചെറുനാരങ്ങേന്റെ നീര് ഒഴിക്കണം. ഓക്കെ, അപ്പൊ ഇതൊന്ന് അരയ്ക്കാൻ പോവാ. ഓക്കെ, അപ്പൊ ഞാൻ അരയ്ക്കുന്നത് കാണിച്ചു തരാം. കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഓക്കെ, കറിവേപ്പില, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഒന്നേ ഇട്ടുള്ളൂ അല്ലേ? കാരണം അതിനുള്ള അത് എത്രയേ ഉള്ളൂ, കുറച്ചല്ലേ ഉള്ളൂ. ഒന്ന് അരച്ചിട്ട് അതിൽ അരച്ചെടുക്കട്ടെ. ഓക്കെ, നമ്മൾ അവക്കാഡോ കണ്ടോ? നമ്മുടെ മാമൻ്റെ വീട്ടിലുണ്ടായ അവക്കാഡോ ആണ്. കണ്ടോ? മാമേൻ്റെ വീട്ടിൽ ശരിക്കും അവിടെയൊക്കെ ഉണ്ടാവുന്ന അവക്കാഡോ ഈ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവൂ. ഇത്രയും ഉണ്ടാവും. കറക്റ്റ് ഇതുപോലെ ഉണ്ടാവും. പക്ഷെ നല്ല കറുത്തിരിക്കും. നമ്മുടെ നാട്ടിലത്തെ അവക്കാഡോ എന്താണാവോ ഇങ്ങനെ? മരത്തിലേ അതെ, നമ്മളവിടെ പറമ്പിലും ഉണ്ട്. പക്ഷെ ചെറിയ കുട്ടിയാ, വലുതായിട്ടില്ല. ഓക്കെ, അപ്പൊ അരയ്ക്കാൻ പോവാണ്. ആയില്ലേ? ഒന്നും കൂടി ആവാണ്ട്. ഇത് കുറച്ചായതുകൊണ്ടേ അരയാൻ ഇത്തിരി പ്രയാസം. ഓക്കെ, അപ്പം അത് അറിഞ്ഞിട്ടില്ല, ഒന്നും കൂടി അരയ്ക്കാനുണ്ട്. ഓക്കെ, ഇതാണ് പരുവം. അതിലേക്ക് ചേർക്കട്ടെ. ഓക്കെ, ഇതിൽ ഞാൻ പെരിഞ്ചീരകത്തിന്റെ കുറച്ച് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നേ, അത് പറയാൻ പറ്റുമോ? ഓക്കെ, നമ്മുടെ കുരുമുളകും നമ്മുടെ മല്ലിക്കുരു പെരിഞ്ചീരകം കൂടി കൂട്ടിയിട്ടാണ് വറുത്തതിന് ശേഷമാണ് പൊടിച്ചത്. നമ്മൾ നേരത്തെ അത് പറയാൻ മറന്നുപോയി. ഓക്കെ, നമ്മുടെ മിക്സ് അത് ചേർത്തിയാൽ ടേസ്റ്റ് കിട്ടും. ഓക്കെ, അത് പറയാൻ വിട്ടുവരാ. ഓക്കെ, നോ പ്രോബ്ലം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഓക്കെ, നമ്മുടെ മിക്സ് ആഡ് ചെയ്തു. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാരങ്ങ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. കത്തി ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നമ്മൾ എടുത്ത് വെക്കണം. എത്ര നേരം എടുത്ത് വെക്കണം? 15 മിനിറ്റ് അല്ലേ? എടുത്ത് വെച്ചിട്ട് പിന്നെ ഒന്നിച്ച് നന്നായിട്ട് അങ്ങോട്ട് വെളിച്ചെണ്ണയിൽ
പൊരിച്ചങ്ങ് എടുക്കും അല്ലേ? പൊരിച്ചെടുക്കുക. വെളിച്ചെണ്ണേന്റെ വില കൂടിയത് കേട്ടോ. നമ്മൾ ആട്ടിച്ചത് കാരണം ആ അതെ, ഞങ്ങളിവിടെ നാളികേരം ആട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 3-4 മാസത്തേക്ക് വെളിച്ചെണ്ണ ഒന്നും വേണ്ടി വരില്ല. ഇത് നമ്മളെ കല്ലുമ്മക്കായല്ലേ, അതിന്റെ ഏകദേശം ആ ടേസ്റ്റ് തന്നെയാ ആണല്ലേ പൊരിച്ചാല്. ഇങ്ങനെ ചിപ്സ് തിന്നുന്ന ചെറുതാ, കുഞ്ഞിതാ. ഇതിന്റെ വലുത് കിട്ടും ആണല്ലേ, എന്നിട്ട് ചെറുതാ ടേസ്റ്റ് ആണോ. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 15 മിനിറ്റ് എടുത്ത് വെച്ചിട്ട് പിന്നെ ശേഷം നമ്മൾ നല്ല വെളിച്ചെണ്ണ ചൂടായിട്ടേ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ എടുത്ത് വെക്കാൻ പോവാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വറക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ എരുന്ത് 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഇനി നമ്മളത് വറക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഈ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. കണ്ടോ, വെളിച്ചെണ്ണ. ഇനി ഇതൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമ്മൾ അങ്ങനെ ഇതങ്ങ് പൊരിച്ചെടുക്കും. കാണിച്ചു തരാം. ഓക്കെ, കറിവേപ്പിലയാണ് ആദ്യം ഇടുന്നത്. ഇതെന്തിനാ കറിവേപ്പില ആദ്യം ഇടുന്നത്? ഒരു പ്രത്യേക ഫ്ലേവർ അല്ലേ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ബാച്ച് എരുന്ത് ഇടാൻ പോവുകയാണ്. ഇത് 2 ബാച്ചായിട്ട് ഇടാനാണ് ഉദ്ദേശം. ആണോ? ഓക്കെ, ഒന്ന് കുറച്ച് മാറി നിൽക്കാം. അതാ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആണോ? അടച്ച് വെക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് വറുക്കുമ്പം ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അടച്ച് വെച്ച് പൊരിക്കാൻ പോവാണ്. കുരുമുളക് പൊടി ഇട്ടതുകൊണ്ടാണ് ആ കളറേ. ഇരുന്നിട്ടുള്ള പരിപാടിയല്ലേ? ഓക്കെ, വെറുതെ എന്തിനാലേ നിൽക്കണത്? വെറുതെ കാല് വേദനിക്കും. കൊള്ളാം. ഇതിനാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയാം, ഹാർഡ് വർക്കല്ല കേട്ടോ. ഓ അമ്പ്ര. അങ്ങനെ, അപ്പോൾ ഇത് പൊരിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് നേരം കൂടി പൊരിയാനുണ്ട് അല്ലേ? ഞാൻ അമ്മയുടെ അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ്. എന്നിട്ട് കറി വെക്കും അല്ലേ? കറിയാണ് മൂപ്പരുടെ മെയിൻ. അത് അവിടുത്തെ ചാടിപ്പോയി. മുളകും ഉള്ളിയും കൂടെ അരച്ചിട്ട് അമ്മ ഉണ്ടാക്കി കൊടുക്കും. അത് ശരി. നല്ല ഇഷ്ടമാണ്. അമ്മ അതിൻ്റെ ഇടയിൽ ചാടി പോണ എരുന്തിനെ പിടിക്കാൻ നിൽക്കുകയാണേ. ഗ്ലൗസ് അതാ കമാൺ. ഓക്കെ, ഒരുത്തൻ ഇവിടെ ചാടി നിലത്ത് കിടക്കുന്നുണ്ട്. അവൻ അടുത്ത ബാച്ചിൽ ഒന്നും കൂടി ഇടാം. കണ്ട പൊട്ടുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. ആ, ഒന്നുകൂടെ. കണ്ട കണ്ട കണ്ട. ആണോ? ഓക്കെ, അപ്പം നടക്കട്ടെ. പൊരിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ സാധനം ഏറെക്കുറെ ആയിട്ടുണ്ട്. ഏറെക്കുറെ നല്ല ആയി. കണ്ടോ, അതിനെ കോരിയെടുക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ബാച്ച് വറക്കാനിട്ടിട്ടുണ്ട്. അതിലേക്ക് ഇടട്ടെ. ചിപ്സിൻ്റെ ഒക്കെ നേരെ മറ്റേ പ്ലേറ്റിലേക്ക് വീഴുമ്പോഴുള്ള സൗണ്ട് ക്രം ക്രം. ഓക്കെ, സെക്കൻഡ് ബാച്ച്. ഇത് ഫസ്റ്റ് ബാച്ച് കണ്ടോ. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ബാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇത് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം.
ഓക്കെ, നമ്മുടെ എരുത്ത് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതാ, അപ്പം എല്ലാവരും ചെയ്തു നോക്കുക അല്ലേ അമ്മ? അപ്പം അമ്മ ഒരു ബൈ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ചെയ്തു നോക്കുക. ഓക്കെ.